നീ നിന്റെ പിതാവിന്റെ വീട്ടിൽ കാല് കുത്തരുത്, അങ്ങനെ ചെയ്താൽ നിന്റെ 3 തലാഖും പോയി. വിദേശത്തേക്ക് പോകും മുമ്പ് ഒരു ഭർത്താവ് തന്റെ ഭാര്യയോട് പറഞ്ഞു. അങ്ങനെ മാസങ്ങൾ പിന്നിട്ടു. ഭാര്യയുടെ പിതാവ് മരണപ്പെടുകയുണ്ടായി. അവൾക്ക് പിടിച്ചു നിൽക്കാനായില്ല. ഇടയ്ക്ക് പിടിച്ച സങ്കടവുമായി അവൾ മയ്യത്ത് കാണാൻ പോയി. അങ്ങനെ അവൾ വിവാഹമോചിതയെന്ന് ജനങ്ങൾ വിധിയെഴുതി. അലിമിങ്ങളും കാളിമാരും അപ്രകാരം വിധിയെഴുതി. പക്ഷേ അബൂബക്കർ മുസ്ലിയാരുടെ വിധിയെഴുത്ത് മറ്റൊന്നായിരുന്നു. അവൾ വിവാഹമോചിതയല്ല. കാരണം അവൾ പോയത് ബാപ്പയുടെ വീട്ടിലേക്കല്ല, മറിച്ച് ബാപ്പ മരണപ്പെട്ടതോടുകൂടി അത് മക്കൾക്ക് അവകാശപ്പെട്ടതാണ്. തഹ്ഖീഖിന്റെ ലോകത്തെ ഖനമുള്ള മറുപടി. യമനിൽ നിന്നും മലബാറിലേക്ക് കുടിയേറിപ്പാർത്ത പണ്ഡിത പരമ്പരയിലെ പ്രമുഖനായ കോയക്കുട്ടി മുസ്ലിയാരുടെ മൂത്ത പുത്രനായി എത്തിൻ കണ്ടി തറവാട്ടിൽ ഉദിച്ചുയർന്ന സൂര്യ തേജസ്, മുസ്ലിം കേരളയുടെ ആദർശ കപ്പൽ, വിദ്യത്തിന്റെയും ചിത്രശക്തികളുടെയും കാറ്റിലും കോളിലും ആടാതെ ഉലയാതെ സുലൂക്കിന്റെ തീരം തേടി നമ്മെ നയിച്ചത് 4 പതിറ്റാണ്ടോളം കാലമാണ്. അറബി, ഉറുദു, ഇംഗ്ലീഷ്, പാഴ്സി, സുറിയാനി ഭാഷകളിലെ ശൈഖുനയുടെ പ്രാവീണ്യത്തിനു മുന്നിൽ ക്രൈസ്തവ പുരോഹിതന്മാർ വരെ കടപുഴകി വീണതാണ് ചരിത്രം.